പോവുകയാണ്. ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയതിൻ്റെ നിർണായകമായ ദൃശ്യങ്ങൾ തൊട്ടുമുമ്പ് കേരള വിഷൻ ന്യൂസ് നൽകുകയുണ്ടായി. അത് ഒന്നുകൂടി നൽകുകയാണ്. സെൻട്രൽ ജയിലിലെ സെല്ലിൽ നിന്ന് ഇറങ്ങുന്നതും ജയിൽ വളപ്പിലൂടെ നടക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. 2 അഴികൾ മുറിച്ചു മാറ്റിക്കൊണ്ട് ഗോവിന്ദച്ചാമി പുലർച്ചെ പുറത്തു കടന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു. റിയാസ് KMR വിവരങ്ങൾ നൽകുന്നു. റിയാസ്, തുടർന്നോളൂ. MS, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗോവിന്ദച്ചാമി ഈ ജയിലഴികളുടെ കമ്പി പതിയെ അറുത്ത് മുറിച്ച് മാറ്റിയതിനു ശേഷം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് ഒരു CCTV. 2 ദൃശ്യങ്ങളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഈ ജയിലിന്റെ കമ്പി അറുത്ത് മാറ്റിയ ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ഉപ്പൊക്കെ ഇട്ട് ഗോവിന്ദച്ചാമി അതിനുവേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമത്തിലായിരുന്നു. ചപ്പാത്തി കഴിച്ച് ഡയറ്റിംഗ് പ്ലാൻ, ഇപ്പൊ എല്ലാവരും ഡയറ്റിംഗ് പ്ലാൻ അന്വേഷിക്കുന്നത് ഗോവിന്ദച്ചാമി ജയിലിൽ പോയതാണോ എന്നറിയില്ല. 2 രീതിയിലുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഒന്ന്, സെല്ലിൽ നിന്ന് പുറത്തു വന്ന് എന്തോ കുനിഞ്ഞ് എടുത്തിട്ട് അകത്തേക്ക് മാറുന്നു. മറ്റൊന്ന്, വളപ്പിലൂടെ പുറത്തു വരുന്നു. റിയാസ് KMR സൂചിപ്പിക്കുന്ന പ്രകാരമാണെങ്കിൽ ഇഴഞ്ഞു നീങ്ങുന്നത് എന്ന് പറയുന്നത് റിയാസ് അവിടെ നിന്ന് നമ്മൾക്ക് അയച്ചു തന്നിട്ട് നമ്മൾക്കത് ഉപയോഗിക്കാതെ സാങ്കേതികമായിട്ട് എന്തെങ്കിലും കൊണ്ട് മാറ്റപ്പെട്ടതാണോ? അങ്ങനെ ഇഴഞ്ഞു പോകുന്നത് കൂടി അയച്ചിട്ടുണ്ടോ? അല്ല, അതായത് ആ കുനിഞ്ഞു പോകുന്നതാണ്, ഇഴഞ്ഞു വരുന്നതാണ് ആ കുനിഞ്ഞു പോകുന്നതായിട്ട് പറഞ്ഞ ദൃശ്യം. അത് തന്നെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യം തന്നെയാണ്. അതായത് അത് പതിയെ, അതിന് മുന്നെയാണ് ഇത് ജയിലധികൃതർ പറഞ്ഞത് പ്രകാരമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഗോവിന്ദച്ചാമി ഈ സെല്ലിൽ നിന്നും പതിയെ ഇഴഞ്ഞ് വരുന്നു. അത് ഇഴഞ്ഞ് അതിൻ്റെ പുറത്തേക്ക് എത്തുമ്പോഴാണ് ഗോവിന്ദച്ചാമി നിവർന്ന് വന്ന് അതിൻ്റെ വശത്തേക്ക് മാറി നിൽക്കുന്നു. ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ണ്ട് ആ പരിസരമൊക്കെ നിരീക്ഷിച്ച് പതിയെ പിന്നീട് പുറത്തേക്ക് വരികയാണ്. പുറത്ത് വന്നിട്ടാണ് ആ ഒരു ഉദ്യാനത്തിന്റെ ഭാഗം നമ്മൾ കാണുന്നത്. ആ ഉദ്യാനത്തിന്റെ ഭാഗത്ത് കൂടി ഒരു നിരീക്ഷണം കൂടി പരമാവധി. അങ്ങനെ ഗോവിന്ദച്ചാമി ഉടനെ ഒരു ആവേശം കാണിച്ചില്ല. ഉടനെ എന്തായാലും താൻ പുറത്തിറങ്ങി, ജയിലിന്റെ പുറത്തിറങ്ങി. ഇനി വേഗം തൻ്റെ അതീവ സുരക്ഷാ ജയിലിന്റെ പുറത്തേക്കുള്ള മതിൽ വേഗം ചാടാം എന്നല്ല ഗോവിന്ദച്ചാമി ആദ്യം ചെയ്തത്. പതിയെ പരിസരം നിരീക്ഷിക്കുന്നു. അതിന് ശേഷം കൃത്യമായി ആരും കാണുന്നില്ല എന്നുള്ള ഉറപ്പുവരുത്തുന്നു. അത് കഴിഞ്ഞ് അവിടെ അതീവ സുരക്ഷാ ജയിലിന്റെ മതിൽ ചാടുന്നു. അത് കഴിഞ്ഞാണ് സെൻട്രൽ ജയിലിന്റെ മതിൽ CCTV ഇല്ലാത്ത ഭാഗമായി തുണികൾ കൂട്ടിക്കെട്ടിക്കൊണ്ട് ഈ തടവ് പുള്ളികളുടെ ഈ വസ്ത്രങ്ങളും മറ്റ് തടവ് പുള്ളികൾക്ക് ഉപയോഗിക്കേണ്ടുന്ന തുണികളൊക്കെ കൂട്ടിക്കെട്ടിയാണ് ഒരു കയർ പോലൊരു വസ്തു ഉണ്ടാക്കിക്കൊണ്ട് അതിൽ ചാടിപ്പിടിച്ചുകൊണ്ടാണ് ഗോവിന്ദച്ചാമി അതിസാഹസികമായി ജയിലിൽ ചാടുന്നത്. ഇന്ന് കണ്ട ഒരു ട്രോൾ പങ്കുവയ്ക്കുകയാണ്. ഗോവിന്ദച്ചാമി ഇങ്ങനെ ചാടുന്ന ഗോവിന്ദച്ചാമിയെ ഇന്ത്യ പാരാലിമ്പിക്സിൽ അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കൗതുകകരമായ ട്രോളുണ്ട്. അത്രയും ഒരു ഗൗരവകരമായ രീതിയിൽ അതിസാഹസികമായി തന്നെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. അത് ആ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ ഗൗരവവും ഒപ്പം തന്നെ വ്യക്തമാക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസ് പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുന്നത് എന്നുള്ളതാണ്. വളരെ നിർണായകമായ ദൃശ്യങ്ങൾ. ഈ ഒരു ജയിൽ വകുപ്പിന്റെ ആ സമയത്തുണ്ടായിരുന്ന ജയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച വീഴ്ചകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. ഇനി ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് തുടർന്ന് നടക്കുന്ന അന്വേഷണത്തിന് ഏറെ സഹായിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. ഇതിന് പുറമെയുള്ള ദൃശ്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് ജയിൽ വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനിയും വരുന്ന ദിവസങ്ങളിലും ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഏത് വിധേനയാണ് ഇതിൽ തടവ് പുള്ളികളുടെ സഹായം ലഭിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞ ഈ കഞ്ചാവും മറ്റും നൽകിയ തടവ് പുള്ളി മാത്രമല്ല, കൂടെയുണ്ടായിരുന്ന തടവുകാരൻ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന തമിഴ്നാട് സ്വദേശിയുടെ അടക്കം സഹായം ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം രണ്ടുപേരും ഒരുമിച്ച് തടവ് ചാടാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിൽ രണ്ടാമത്തെ തടവുകാരൻ കൃത്യമായി ഉറങ്ങിക്കിടക്കുമ്പോൾ ഗോവിന്ദച്ചാമി അയാളെ പോലും അറിയിക്കാതെ തടവ് ചാടുകയും പിന്നീട് പള്ളിക്കുന്നിലെ സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ വലിയ മതിൽ കൂടി എടുത്തു ചാടിയതിനു ശേഷം ആണ് ഈ പള്ളിക്കുളം ഭാഗത്തേക്ക് പോയി അവിടെ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കി. പിന്നീട് താൻ ധരിച്ചിരുന്ന കറുത്ത വസ്ത്രം മാറ്റി അതിന് പകരം വെള്ള ഒപ്പം തന്നെ കള്ളികളുള്ള ആ വസ്ത്രം ധരിച്ച് പതിയെ താൻ ധരിച്ച വസ്ത്രം അത് തലയെക്കെട്ടാക്കി, തലയിലൊരു ഭാണ്ഡക്കെട്ട് പോലെയാക്കി. അങ്ങനെ